തീർച്ചയായും ഈ സഭ ദുർബലമാണ് എന്ന് ഈ മുറിവുകൾ കണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. മറിച്ച് യോഹന്നാൻ സുവിശേഷകൻ 19-ാം അധ്യായം 37-ാം വചനത്തിൽ പറഞ്ഞു വെച്ചു, അവൻ തലചായിച്ച് ആത്മാവിനെ സമർപ്പിച്ച് മരിക്കുന്ന നിമിഷത്തിൽ യോഹന്നാൻ പറഞ്ഞു, അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെട്ടിട്ടില്ല എന്ന്. പുറമേ ചില പരിക്കുകളുണ്ട് എങ്കിലും ഇതിന്റെ ആന്തരിക ശക്തി അജയ്യമാംവിധം സുരക്ഷിതമാണ് എന്നുള്ളത് പിതാവിൻ്റെ ചുവടുകളെ കൂടുതൽ പ്രത്യാശാഭരിതമാക്കട്ടെ എന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അല്ലെങ്കിൽ തന്നെ സഭയെ സ്ഥാപിച്ചപ്പോൾ ഈശോ തന്ന ഒരിക്കലും മങ്ങാത്ത വാഗ്ദാനം എന്താണ്? ഈ സഭയെ തകർക്കാൻ നാരകീയ ശക്തികൾക്ക് ഒരിക്കലും ഒരു നാളും സാധിക്കില്ല. 21 നൂറ്റാണ്ടായിട്ട് കഴിഞ്ഞിട്ടില്ല, പിന്നെ ഇപ്പോൾ കഴിയും. നെപ്പോളിയൻ ചക്രവർത്തി ഒരു തൻ്റെ കിരീടധാരണ വേളയിൽ പറഞ്ഞ ഒരു കഥ സഭാചരിത്രത്തിലുണ്ട്. കഥ ഇങ്ങനെയാണ്: മാർപ്പാപ്പ തന്നെ ആദരിക്കാതെ ബഹുമാനിക്കാതെ നിന്ന സമയത്ത് നെപ്പോളിയൻ ഭീഷണിപ്പെടുത്തി, താങ്കൾ എന്നെ വേണ്ട വിധം മാനിക്കുന്നില്ല എങ്കിൽ ഞാൻ ഈ സഭയെ 24 മണിക്കൂർ കൊണ്ട് ഇല്ലാതാകും. ഉടനെ മാർപ്പാപ്പ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ നെപ്പോളിയ, നീ ഈ സഭയെക്കുറിച്ചൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങൾ 10-17 നൂറ്റാണ്ടായിട്ട് സകലമാന മനുഷ്യരും ചേർന്ന് ഇതിനെ തകർക്കാൻ ശ്രമിച്ചിട്ട് ഇത് തകർന്നില്ല. പിന്നെയാണ് നീ ഒരാൾ വിചാരിച്ചാൽ ഇത് തകരൂ. ആത്യന്തികമായി പ്രിയപ്പെട്ടവരെ, ഈ സഭയുടെ 21 നൂറ്റാണ്ടിന്റെ മഹത്വവും ചരിത്രവും എന്ന് പറയുന്നത് നാം ആരുടെയും പരിത്യാഗത്തിന്റെ അനന്തരഫലമല്ല. അത് സത്യമായും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കുരിശിലെ ബലിയുടെ രക്ഷാകരമായ ഫലമാണ് എന്ന സത്യം നമ്മൾ ഓർക്കുക. തൻ്റെ മുറിവേറ്റ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈശോ ശിഷ്യരെ ആശീർവദിച്ചു, നിങ്ങൾക്ക് സമാധാനം. ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ ഈശോ 3 വട്ടം ആവർത്തിക്കുന്നത് ഈ ഒരു വചനമാണ്, നിങ്ങൾക്ക് സമാധാനം. കർത്താവ് അറിഞ്ഞുകൊണ്ടാണ് 3 വട്ടം ഇത് പറഞ്ഞത്. കാരണം നമ്മുടെ സഭയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളത് സമാധാനമാണ് എന്നറിഞ്ഞുകൊണ്ട് ദൈവമായ കർത്താവ് ഈ വലിയ വാഗ്ദാനം പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ മുറിവുള്ള ശരീരം കാണിച്ച് ഈശോ സമാധാനം ആശംസിക്കുമ്പോൾ, അഭിവന്യ തട്ടിൽ പിതാവേ, അങ്ങയുടെ പേര് റാഫേൽ എന്നാണ്. ആ പേരിട്ടത് അമ്മയാണോ അപ്പനാണോ എന്നെനിക്കറിഞ്ഞുകൂടാ. ഏതാണേലും 10ാമനായതുകൊണ്ട് തായ് വഴിയിലോ പിതൃവഴിയിലോ അങ്ങനെ ഒരു പേര് കിട്ടാൻ പിതാവിന് ഒരു സാധ്യതയില്ല. മറിച്ച് പിതാവിന് അങ്ങനെ ഒരു പേര് ലഭിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ റഫായേൽ എന്ന് ഹീബ്രു ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുറിവുണക്കുന്നവൻ, സുഖപ്പെടുത്തുന്നവൻ എന്നാണ്. തീർച്ചയായും ആ പേരിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട് എന്ന് ആലോചിക്കാതെയാണ് സഭയിലെ പിതാക്കന്മാര് തെരഞ്ഞെടുത്തത്. ആരുടെയെങ്കിലും മനസ്സിലുണ്ടായിരുന്നു എന്ന് എൻ്റെ മനസ്സിലില്ല. പക്ഷേ അതാണ് പരിശുദ്ധാരൂപിയുടെ പ്രവൃത്തി. ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടത് മുറിവുണക്കുന്ന ഒരു പിതാവിനെയാണ് എന്ന് പരിശുദ്ധാത്മാവ് തീരുമാനിച്ചപ്പോൾ റഫായേൽ എന്ന പേരുകാരനല്ലാതെ വേറൊരു പേരുകാരനെയും ഈ കാലഘട്ടത്തിൽ മേജർ ആർച്ച് ബിഷപ്പാക്കാൻ പറ്റുമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അഭിവന്യ തട്ടിൽ പിതാവേ, പിതാവിൻ്റെ പേര് ഈ സഭയിൽ അന്വർത്ഥമാകട്ടെ എന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഇന്നലെ ആരോ അയച്ച ആശംസയിൽ പറഞ്ഞു, പിതാവ് തട്ടിൽ പിതാവാണ്, ഇനി മുതൽ സഭ ഒരേ തട്ടിലായിരിക്കുമെന്ന്. അത് ഞങ്ങളുടെ ആഗ്രഹമാണ്, സ്വപ്നമാണ്, പ്രതീക്ഷയാണ്. ദൈവം കൂടെയുള്ളപ്പോൾ അങ്ങേയ്ക്ക് അസാധ്യമായി മറ്റൊന്നുമില്ല എന്ന സത്യം ഓർക്ക്.